കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ചൈത്രമാസത്തിലെ പൂർണ്ണചന്ദ്ര ദിവസം 2026 ഏപ്രിൽ 2 വ്യാഴം. അന്ന് ഹനുമാൻ ജയന്തിയാണ്. ഭാരതത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിൽ ഹനുമാൻ ജയന്തിയായി ആഘോഷിക്കാറുണ്ട്. എങ്കിലും ചൈത്രമാസത്തിലെ ഈ പൂർണ്ണചന്ദ്ര ദിവസം ഹനുമാൻ സ്വാമി അവതരിച്ചു എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഇന്നും ഭാരതത്തിൻ്റെ, പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഹനുമാൻ ജയന്തിയായിട്ടാണ് ആഘോഷിക്കുന്നത്. ആരാണ് ഹനുമാൻ സ്വാമി? എങ്ങനെയാണ് അദ്ദേഹം ജനിച്ചത്? അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? ഏത് നാമം ഉപയോഗിച്ചിട്ടാണ് നാളത്തെ ദിവസം അദ്ദേഹത്തെ പ്രാർത്ഥിക്കേണ്ടത്? ഏത് രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്? ഏത് മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത്? എന്തൊക്കെ വഴിപാടുകൾ സമർപ്പിക്കണം? അദ്ദേഹത്തിൻ്റെ അവതാര കഥ എന്താണ്? ഈ കാര്യങ്ങളൊക്കെയാണ് വളരെ വിശദമായി തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി അവസാനം വരെ ഇരുന്ന് കേൾക്കണം. ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രൻ്റെ ഭക്തനാണ്. ഇത്രയും ശ്രേഷ്ഠനായ ഒരു ഭക്തൻ ഈ ലോകത്തിൽ ഇതിനു മുമ്പ് ജീവിച്ചിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തൻ്റെ ശക്തിയെപ്പറ്റി വിശ്വാസമില്ലാതിരുന്ന ഹനുമാനോട് താൻ ആരാണ് എന്ന് പറഞ്ഞു കൊടുത്തത് ജാംബവാനാണ്. ജാംബവാൻ പറഞ്ഞു കൊടുത്ത ജന്മകഥ നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പണ്ട് കുഞ്ചതനയ എന്നു പേരുള്ള ഒരു അപ്സരസ്, അവര് വിശ്വാമിത്രന്റെ ശാപത്താൽ ഒരു വാനര സ്ത്രീയായിട്ട് പിറക്കുകയാണ്. ആ കുഞ്ചതനയ എന്ന വാനര സ്ത്രീക്ക് അഞ്ജന എന്നു പേരുള്ള ഒരു പുത്രി ഉണ്ടായി. കേസരി എന്നു പേരുള്ള ഒരു വാനരനാണ് ഈ അഞ്ജനയെ വിവാഹം കഴിച്ചത്. അങ്ങനെ അഞ്ജനയും കേസരിയും വളരെ സന്തോഷത്തോടു കൂടി മലയ പർവ്വതത്തിൽ പോയി താമസിക്കുകയാണ്. ഒരിക്കൽ ഒരു ചൈത്രമാസം, ആ ചൈത്രമാസത്തിലെ വസന്ത ഋതു, അവര് മലയ സാനുക്കളിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ആടിയും പാടിയുമൊക്കെ നടക്കുന്നു. അങ്ങനെ അവരങ്ങനെ നടക്കുന്ന ആ സമയത്ത് വായു ഭഗവാൻ അവിടേക്ക് എത്തിച്ചേരുന്നു. വായുദേവനെ അഞ്ജന കാണുന്നു. അഞ്ജനയുടെ മനസ്സിന് അല്പം ഇളക്കം തട്ടുന്നു. വായു ഭഗവാനും അഞ്ജനയുടെ ആ സൗന്ദര്യം കണ്ട് വളരെയധികം മോഹം തോന്നി. കേസരിക്ക് മനസ്സിലായി അഞ്ജനയ്ക്ക് വ്യത്യാസം വന്നിരിക്കുന്നു എന്ന്. കേസരി പലതരത്തിൽ അഞ്ജനയുടെ ആ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ജന നർമ്മദാ നദിയിൽ ഋതുസ്നാനത്തിന് പോകുന്നു. അങ്ങനെ ഋതുസ്നാനമൊക്കെ ചെയ്തതിനു ശേഷം വായുദേവൻ അവിടെ എത്തിച്ചേരുകയും അവിടെ വെച്ച് അഞ്ജനയുമായി രമിക്കുകയും ചെയ്തു. അതിനുശേഷം അഞ്ജന വായുദേവനോട് സങ്കടം പറയുന്നു. ഒരു വാനര സ്ത്രീയായ എന്നോട് അങ്ങ് ഈ വിധം പ്രവർത്തിച്ചത് ശരിയായില്ല. എൻ്റെ പതിവ്രതാധർമ്മത്തിന് ഇത് കളങ്കം വരുത്തിയിരിക്കുന്നു. അതുമാത്രമല്ല, അങ്ങ് ദേവനാണ്. അങ്ങയുടെ ദേവത്വത്തിനും ഇത് കളങ്കമുണ്ടായിട്ടുണ്ട് എന്ന് ഈ അഞ്ജന വായുദേവനോട് പറയുന്നു. അപ്പോൾ വായുദേവൻ മറുപടി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിന്റെ രൂപഭംഗി കണ്ട് ഞാൻ വികാരവിവശനായി, അതുകൊണ്ട് സംഭവിച്ചതാണ്. ദേവന്മാരോട് രമിച്ചാലും ഒരു പതിവ്രതയ്ക്ക് അവളുടെ ധർമ്മത്തിന് നാശമുണ്ടാകുന്നില്ല. ഇവിടെ ഇത് വിധിയാണ്. വാനരപ്രഭുവായ കേസരിക്ക് ഭരദ്വാജ മുനി നൽകിയ വരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ദേവസംഗമത്തിന്
യാതൊരു ദോഷവുമില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, ദേവസംഗമം നടന്നു കഴിഞ്ഞാൽ പതിവ്രതാധർമ്മത്തിന് ഹാനി വരത്തതുമില്ല. നീ ധൈര്യമായി നിന്റെ ഭവനത്തിലേക്ക് പൊയ്ക്കൊള്ളുക. നിന്റെ ഉദരത്തിൽ ഒരു പുത്രൻ ജനിക്കും. ആ പുത്രൻ മഹാവീരനായിത്തീരും, എന്നേക്കാൾ വേഗതയുള്ളവനായിത്തീരും. ഇങ്ങനെ പറഞ്ഞിട്ട് പവനദേവൻ അഞ്ജനെ അനുഗ്രഹിക്കുന്നു. അതിനുശേഷം പവനദേവൻ പോകുന്നു. പിന്നീട് 18 മാസം കഴിഞ്ഞപ്പോൾ അഞ്ജന പ്രസവിക്കുന്നു. അഞ്ജന പ്രസവിച്ച ആ പുത്രനാണ് വീരഹനുമാൻ. അങ്ങനെ കുട്ടി പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി അമ്മയുടെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്നു കൊണ്ട് അമ്മിഞ്ഞ കുടിക്കുകയാണ്. ആ സമയത്താണ് സൂര്യൻ ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്നത് കുഞ്ഞു ഹനുമാൻ കാണുന്നത്. പഴുത്തു ചുവന്ന ഒരു പഴമാണ് എന്ന് കരുതിയിട്ട് ആ ശിശു അതിനെ പിടിക്കുവാനായിട്ട് ആകാശത്തിലേക്ക് കുതിച്ച് ചാടുന്നു. ലക്ഷം ലക്ഷം യോജന ഉയരത്തിലാണ് സൂര്യൻ. പക്ഷേ അതിശക്തനായ വീരഹനുമാൻ ഒരൊറ്റ ചാട്ടത്തിന് സൂര്യമണ്ഡലത്തിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് സൂര്യനെ വിഴുങ്ങുവാൻ രാഹു വരുന്നുണ്ടായിരുന്നു. ഹനുമാൻ ഒരു വശത്തുകൂടി ചെല്ലുന്നു, മറുവശത്തുകൂടി രാഹുവും വരുന്നു. ഹനുമാനെ കണ്ട് ഭയവും ആശങ്കയുമൊക്കെ വന്ന രാഹു ഇന്ദ്രന്റെ അടുക്കലേക്ക് പാഞ്ഞു ചെന്നു. രാഹു പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ വിചാരിച്ചു, സൂര്യനെ വിഴുങ്ങുവാൻ രാഹു അല്ലാതെ മറ്റാരാണ് ഇപ്പോൾ വരുന്നത്? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അതായത് രാഹു ചെന്നിട്ട് ഇന്ദ്രനോട് പറയുകയാണ്, ഞാൻ സൂര്യനെ വിഴുങ്ങുവാനായി പോയപ്പോൾ അതാ മറ്റൊരാൾ സൂര്യനെ വിഴുങ്ങുവാനായി ചെല്ലുന്നു. ഇങ്ങനെയാണ് പരാതി പറഞ്ഞത്. അപ്പൊ ഇന്ദ്രന് രാഹു അല്ലാതെ ഇപ്പോൾ മറ്റാരാണ് വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രൻ എന്തു ചെയ്തു? ഐരാവതത്തിന്റെ മുകളിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് ഹനുമാൻ ഐരാവതത്തിനെയും ഇന്ദ്രനെയും കാണുന്നു. ഐരാവതത്തിന്റെ മുഖം നിറച്ച് ഇങ്ങനെ കുങ്കുമം പൂശിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുങ്കുമമണിഞ്ഞ ഐരാവതത്തിന്റെ മുഖം കണ്ട ഹനുമാൻ സൂര്യനെ ഉപേക്ഷിച്ചിട്ട് ഐരാവതത്തെ പിടിക്കുന്നതിനായിട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു ചെന്നു. ഇന്ദ്രനാകെ പേടിച്ചു. ഇന്ദ്രൻ വജ്രായുധം കയ്യിലെടുത്തു. വജ്രായുധം ഹനുമാന്റെ നേരെ പ്രയോഗിച്ചു. അങ്ങനെ വജ്രായുധമേറ്റ ഹനുമാൻ ബോധം കെട്ട് മലയപർവ്വതത്തിൽ ചെന്ന് വീഴുകയാണ്. ആ വജ്രായുധം കൊണ്ട് ഹനുമാന്റെ താടിക്ക് മുറിവ് പറ്റിയിരുന്നു. അതുകൊണ്ടാണ് അഞ്ജനയുടെ പുത്രന് ഹനുമാൻ എന്ന പേര് കിട്ടിയത്. ജാംബവാൻ ഹനുമാൻ സ്വാമിയോട് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് രാമായണത്തിൽ വിസ്തരിച്ചു തന്നെ പറയുന്നുണ്ട്. അതായത് താൻ വലിയ ബലവാനാണ് എന്ന് ഹനുമാനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബാല്യകഥ ജാംബവാൻ ഹനുമാന് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് സമുദ്രം കടന്ന് ലങ്കയിലെത്തണം, ആര് പോകും എന്നുള്ള ചർച്ച സമയത്താണ് ഈ കഥ പറയുന്നത്. ഹനുമാന് തൻ്റെ ശക്തി ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വീരനും ധീരനും ഭക്തനുമാണ് ഹനുമാൻ. ശ്രീരാമചന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെയാണു നീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹനുമാനെ പ്രാർത്ഥിക്കാതെ എന്നെ പ്രാർത്ഥിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് രാമൻ തന്നെ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം, അതായത് ഹനുമാൻ ജയന്തി ദിവസം, നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഹനുമാന്റെ രൂപം അത് ബാലഹനുമാനാണ്. ബാലഹനുമാന് കുങ്കുമാർച്ചന ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ PMGയിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രമുണ്ട്. തിരുവനന്തപുരത്തുള്ള ആളുകൾക്കെല്ലാം അറിയാം. അവിടെ ഒരു കുഞ്ഞു ഹനുമാനുണ്ട്, ഒരു ബാലഹനുമാൻ. ആ ബാലഹനുമാന് കുങ്കുമാർച്ചന നമുക്ക് തന്നെ ചെയ്യാം. കുങ്കുമാർച്ചന ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാണ്
പറയുന്നത്. ബാലരൂപത്തിലുള്ള ഹനുമാനെയാണ് നമ്മൾ നാളത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യേകിച്ച് വ്യാഴാഴ്ചയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് അതിശ്രേഷ്ഠമായ ദിവസമാണ്. ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കാം, കദളിപ്പഴം സമർപ്പിക്കാം, കുങ്കുമാർച്ചന ചെയ്യാം, അതുപോലെ തന്നെ അവില് ഭഗവാന് സമർപ്പിക്കാം. നമ്മുടെ അടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രമില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഞാൻ ഇനി ഒരു നാമം പറഞ്ഞു തരാം. ആ നാമം 108 തവണ ജപിച്ചിട്ട് നിങ്ങളുടെ നിലവിളക്കിൻ്റെ ചുവട്ടിലായിട്ട്, നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുമ്പിലായിട്ട്, അല്ല ഫോട്ടോ ഇല്ലെങ്കിൽ നിലവിളക്കിൻ്റെ ചുവട്ടിൽ അവിലോ കദളിപ്പഴമോ അല്ലെങ്കിൽ ഉഴുന്നുവടയോ നിങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തെറ്റിപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നത്, തെറ്റിപ്പൂ മാല സമർപ്പിക്കുന്നത് ഈ ദിവസം വളരെ വളരെ ഉത്തമമാണ്. വെറ്റിലമാല സാധാരണ നമ്മൾ ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കും. പക്ഷേ ഈ ദിവസം വെറ്റിലമാലയേക്കാൾ ശ്രേഷ്ഠം തെറ്റിപ്പൂ മാലയാണ്. അതായത് നല്ല കടും ചുവപ്പ് നിറമുള്ള തെറ്റിപ്പൂ മാല. തെറ്റിപ്പൂവും തുളസിപ്പൂവും കൂടി ചേർത്തിട്ടുള്ള മാലയാണെങ്കിലും ഉത്തമം തന്നെ. തുളസിപ്പൂ തന്നെയായിട്ട് മാല ചാർത്തിയാലും നല്ലതു തന്നെ. തെറ്റിപ്പൂ മാലയും ശ്രേഷ്ഠം തന്നെ. വെറ്റിലമാല ശ്രേഷ്ഠം, പക്ഷേ ബാലഹനുമാന് ഈ മാലകളാണ് ഒന്നുകൂടി ശ്രേഷ്ഠം. നെയ്വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിക്കാം, വെണ്ണ സമർപ്പിക്കാം ഭഗവാന്. ഇതൊക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമായ വഴിപാടുകളാണ്. അതിൽ തന്നെ ബാലഹനുമാന് ഏറ്റവും ഉത്തമമായ വഴിപാട് എന്ന് പറയുന്നത് കുങ്കുമാർച്ചന തന്നെയാണ്. പ്രാർത്ഥിച്ചോളൂ, എല്ലാ ഐശ്വര്യങ്ങളും ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് നൽകും. ഞാൻ നാമം പറഞ്ഞു തരാം. ഈ നാമം കുറഞ്ഞത് 21 തവണ, 108 തവണ, 1008 തവണയൊക്കെ നാളത്തെ ദിവസം ജപിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഇതാണ് ഈ നാമം. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. ഈ നാമം എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും, പ്രത്യേകിച്ച് നാളത്തെ ദിവസം, ശനിയാഴ്ച ദിവസം ഒക്കെ തന്നെ, ചൊവ്വാഴ്ച ദിവസം, ഈ ദിവസങ്ങളൊക്കെ തന്നെ ഈ നാമം 108 തവണ അല്ലെങ്കിൽ 21 തവണ അല്ലെങ്കിൽ 1008 തവണ വെച്ച് ജപിച്ചു പ്രാർത്ഥിക്കുന്നത് എല്ലാ തരത്തിലുള്ള ശനിദോഷങ്ങളും അകറ്റുകയും തടസ്സങ്ങൾ മാറ്റുകയും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയും, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട്, അതൊരു പേടിയാണ്, ശരിയാകുമോ എന്നുള്ള ഒരു ഭയം, ആ ഭയം ഇല്ലാതാവുകയും വിജയത്തിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നതിനായി ഈ നാമം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഓം ശ്രീ വജ്രദേഹായ രാമഭക്തായ വായുപുത്രായ നമോസ്തുതേ. കഴിയുമെങ്കിൽ നാളത്തെ ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം, ഇവയിൽ ഏതെങ്കിലും സന്ദർശിച്ച് പ്രാർത്ഥിച്ചാലും മതി. അതല്ലെങ്കിൽ ശിവക്ഷേത്രവും നല്ലതു തന്നെ. ഇനി ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഈ ദിവസത്തെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.